ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. സോ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഓഫ് സലാല റോഡ് ട്രിപ്പാണിത്. ഉറക്കം എണീറ്റിട്ട് ഫസ്റ്റ് കാണുന്ന കാഴ്ചയാണിത്, ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ. ഞങ്ങൾക്ക് കുക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈം ഓൾമോസ്റ്റ് അടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ലേറ്റായിട്ടാണ് എണീറ്റത്. ഞങ്ങൾ ഇൻ ദ സെൻസ് ഞാനും സോമിയും അല്ലും ചേട്ടനും ചേച്ചിയാണ് രാവിലെ എണീറ്റിട്ട് ഈ പരിപാടികളൊക്കെ ചെയ്തത്, ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ ബാക്ക് പാക്കിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഹാഫ് വേ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും റെഡിയായി ഫുൾ പവറിൽ വി ആർ ഗോയിങ് ഔട്ട്. ചെക്കൗട്ട് ചെയ്തിട്ട് ഇന്ന് ഫുൾ സ്ഥലമല്ല മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. ഒന്ന് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പോസ് ചെയ്തതാണ്, പക്ഷെ വീഡിയോ ഒന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. പിന്നെ മടുത്തിട്ട് അവർ തന്നെ പോയി. അങ്ങനെ ഞങ്ങൾ വി ആർ ഗോയിങ് ഔട്ട് ഗൈസ്, വി ആർ ഗോയിങ് ഔട്ട്. സങ്കടമുണ്ട്, പക്ഷേ കുഴപ്പമില്ല. സോ അങ്ങനെ റൂമിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ലഗേജ് എല്ലാം ഫുൾ പാക്ക് ചെയ്തിട്ട് വി ആർ ലീവിങ് അവർ അപ്പാർട്ട്മെൻറ്റ്. ഇതെന്തായാലും കാണുമ്പോൾ ചേച്ചി എന്നെ പിടിച്ച് ചവിട്ടും, അത് 100% ഉറപ്പാണ്. അങ്ങനെ അപ്പാർട്ട്മെൻറ്റിലെല്ലാം സെറ്റിൽ ചെയ്ത് ഞങ്ങളുടെ ലഗേജസും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ സെറ്റാക്കി വെച്ചിട്ട് വി ആർ ഓഫ് ടു അവർ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. വേറെ എവിടെയല്ല, ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്നൊരു സെയിം പ്ലേസിലാണ്, ഇഫ്തൽകോട്ട് വ്യൂ പോയിൻറ്റ്. ലാസ്റ്റ് ടൈം വന്നപ്പോൾ കുറച്ച് എന്താ പറയുക ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഡാർക്കിഷ് ഷെയ്ഡായിരുന്നു, ഒരു ബ്രൗണിഷ് ഷെയ്ഡ്. ഇപ്രാവശ്യം എന്തായാലും ഒരു ഡിഫറെൻറ്റ് വ്യൂ തന്നെ ആയിരിക്കും. വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ ഖരീഫ് സീസൺ ആണല്ലോ, സോ എക്സ്പെക്റ്റിംഗ് മോർ ഫ്രം സലാല. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇട്ട പോലെ തന്നെ ഇവർക്കൊരു സ്ട്രീറ്റ് ഫുഡ് കൾച്ചർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലോട്ട് പോകുന്ന വഴിക്ക് എല്ലാം സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്. അതും ഒരു വെറൈറ്റി സ്ട്രീറ്റ് ഫുഡ്. അതായത് ഒരുപാട് മീറ്റ് ഇങ്ങനെ എന്താ പറയുക സ്കാറ്റർ ചെയ്തിട്ടുണ്ട്. ഒരു കല്ലിലാണ് ഇവരിത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. നല്ല ചൂട് കല്ലിലാണ് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ട്രഡീഷണൽ മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് എത്തി ഇഫ്തൽകോട്ട് വ്യൂ പോയിൻറ്റിൽ. അത്യാവശ്യം നല്ല ക്ലൈമറ്റും ചെറുങ്ങനെ തണുപ്പും നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അവിടെ കുറച്ച് പശുക്കളൊക്കെ നിൽപ്പുണ്ടായിരുന്നു അങ്ങ് ദൂരെ. അങ്ങനെ ഫൈനലി വി റീച്ച്ഡ് ഇഫ്തൽകോട്ട് വ്യൂ പോയിൻറ്റ്. വണ്ടി പാർക്ക് ചെയ്തു. നോക്കുമ്പോൾ ഉള്ള കാഴ്ച എൻ്റെ മോനെ സൂപ്പറായിരുന്നു. വേറൊന്നുമല്ല, നല്ല അടിപൊളി ഒരു ക്ലിഫാണത്. താഴോട്ട് നോക്കിയാൽ നല്ല പൊളി സൂപ്പർ ബീച്ച്, ഒരു രക്ഷയില്ലാത്ത വ്യൂ, കണ്ണെടുക്കാൻ തോന്നുന്നില്ല. അതിൽ കിടക്കാച്ചി പൊളി വ്യൂ ആണ്. സലാലയിൽ നിങ്ങൾ വരുവാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണത്. കാരണം ഈ ഒരു കാഴ്ച, ഒരു പനോരമിക് ബീച്ച് വ്യൂ ആണത്. എസ്പെഷ്യലി ഈ സീസണിൽ തന്നെ വരണം. കാരണം ഈ ഒരു തണുപ്പും കാറ്റും നമ്മുടെ സ്വന്തം അറബിക്കടലിനെ കാണാൻ പറ്റും. ഇത് അറേബ്യൻ സീ ആണ്. അതുമല്ല, ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കാറ്റുള്ളതിനായിട്ട് അടിപൊളിയാണ്. ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. കാറ്റും തണുപ്പും ഈ ബീച്ചും ഈ ഒരു കാഴ്ച നൈസ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി, ക്ലിഫ് ഇറങ്ങിയിട്ട് നേരെ വി ആർ ഗോയിങ് ടു ഫസായ ബീച്ച്. അടുത്ത ഡെസ്റ്റിനേഷനാണ് ഫസായ ബീച്ച്. ഓൺ ദ വേ ഞങ്ങൾക്ക് മനസ്സിലായി മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞങ്ങൾക്ക് വന്നിട്ട് കുറച്ച് തുള്ളികൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മഴയെന്ന് പറഞ്ഞൊരു സാധനം കിട്ടിയിട്ടില്ല. ഈ ഒരു ഖരീഫ് സീസണിൽ ഞങ്ങൾ മഴ പ്രതീക്ഷിച്ച് വന്നിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടുത്തെ ലോക്കൽ ചേട്ടന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൺസൂൺ ടൈമിൽ, അതായത് ഇപ്രാവശ്യത്തെ ഈ ക്ലൈമറ്റിൽ അവർക്ക് അധികം മഴ കിട്ടിയിട്ടില്ല. ബട്ട് ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു. വാട്ടർഫോൾ നല്ല രീതിയിൽ പ്രതീക്ഷിച്ചു, പക്ഷേ വാട്ടർഫോൾ പോയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു നാച്ചുറൽ പൂള് മാത്രം കിട്ടിയത്. അതിൽ കുറേ നേരം വെള്ളത്തിൽ ആസ്വദിച്ചിട്ടാണ് ഇന്നലെ കയറി പോകുന്നത്. ഈ ബീച്ചിലോട്ട് പോകുന്നുള്ള വഴി, അതായത് ഫസായ ബീച്ചിലോട്ട് പോകുന്നുള്ള വഴി കിടുക്കാച്ചിയാണ്. മേലോട്ട് കയറുന്തോറും നമുക്ക് നല്ല പോലെ തിക്ക് ഫോഗാണ് കിട്ടിയത്. അടിപൊളിയാണ്. കാരണം ഈ ഒരു മൗണ്ടൻ മേലെ കയറിയിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ ഇറങ്ങണം. ഇറങ്ങിയതിന് ശേഷമാണ് ഫസായ ബീച്ചിലോട്ടുള്ള വഴി, എക്സാക്റ്റ് വഴി സ്റ്റാർട്ട് ചെയ്യുന്നത്. പകുതി എത്തിയപ്പോൾ ഞങ്ങൾ ഒരു വ്യൂ പോയിൻ്റ് കണ്ടു. അവിടെ നിർത്തിയപ്പോഴുള്ള വ്യൂ വാസ് ഓസം. ഞങ്ങൾ നിൽക്കുന്തോറും ഫോഗ്, അതായത് തിക്ക് ഫോഗ് കൂടി വരുന്നുണ്ടായിരുന്നു. നല്ല കാറ്റും, അതായത് അടിപൊളിയാണ്. ആ ഒരു പച്ചപ്പും താഴത്തോട്ടുള്ള വ്യൂവും എല്ലാം ഒരു രക്ഷയില്ലായിരുന്നു. നല്ല കിടുക്കാച്ചി വ്യൂ ആണ്. ഇവിടെയും ഞങ്ങൾ കുഴപ്പമില്ലാത്ത കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. മഴ വരുമെന്നുള്ള പ്രതീക്ഷയിൽ കുറച്ച് നേരം കൂടെ നിന്നു. പക്ഷേ അവിടെയും മഴ ഞങ്ങളെ ചതിച്ചു ഗൈസ്. അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കി വീണ്ടും ഓൺ ദ വേ ടു ദ ബീച്ച്. കാറ്റിൻ്റെ ശക്തി നല്ല രീതിയിൽ തന്നെ കൂടുന്നുണ്ടായിരുന്നു. കാരണം
വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് പ്രതീക്ഷ തന്നുകൊണ്ട് കാർമേഘം ഇങ്ങനെ കൂടുന്നുണ്ടായിരുന്നു. ഈവൻ ദോ ഇറ്റ്സ് തിക്ക് ഫോഗ്, ഒരു കാർമേഘം ടച്ച് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു മഴ പെയ്യുന്നു. പക്ഷേ വീണ്ടും വീണ്ടും പ്രതീക്ഷ തന്നുകൊണ്ട് മഴ പെയ്തില്ല ഗൈസ്. ഈ ബീച്ചിലോട്ടുള്ള റൂട്ട് നമ്മൾ ആ മൗണ്ടൈൻ മൊത്തം മേലെ കയറിയിട്ട് താഴോട്ടും അതേപോലെ തന്നെ തിരിച്ചിറങ്ങണം. തിരിച്ചിറങ്ങുമ്പോൾ ഉള്ള വ്യൂ സൂപ്പർബാണ്. രണ്ട് സൈഡിലും അടിപൊളിയായിട്ട് പച്ചപ്പും ആ ഒരു തിക്ക് ഫോഗ് എഫക്റ്റും നല്ല കാറ്റും തണുപ്പും നല്ല സൂപ്പർ വ്യൂ. താഴോട്ട് എത്താനാവുമ്പോഴത്തേന് നമുക്ക് ബീച്ച് ദൂരം തന്നെ വിസിബിൾ ആവും. പിന്നെ താഴെ എത്തുമ്പോഴത്തേന് ഒരുപാട് പശുക്കൾ അവർ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുന്നുണ്ട്. താഴെ ഓൾമോസ്റ്റ് എത്തിയ ഉടനെ തന്നെ നമുക്ക് ബീച്ച് നല്ല രീതിയിൽ തന്നെ വിസിബിളായി തുടങ്ങും. ഇതും ഓഫ് റോഡ് തന്നെയാണ്. അധികം ആൾക്കാരെ ഒന്നും കണ്ടില്ല. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്, ബട്ട് സ്റ്റിൽ അധികം ആൾക്കാരെ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി ആൾക്കാരെ കാണുമെന്ന് നോക്കിയിട്ട്, പക്ഷേ ആരെ അധികം കണ്ടില്ല. ഒരു ഒന്നോ രണ്ടോ മാക്സിമം ലൈക്ക് ഫ്യൂ ആൾക്കാരെ മാത്രമേ കണ്ടുള്ളൂ. ഇവിടെ മെയിനായിട്ട് വന്ന വേറെ റീസൺ എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് കേവ് എന്ന് പറഞ്ഞൊരു കേവ്, അതിനുള്ളിലൂടെ നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റും. അവിടെ പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ ഞങ്ങൾ ഒരുപാട് തപ്പി നടന്നു, കിട്ടിയില്ല. കിട്ടിയത് മാത്രമല്ല, ആരോടെങ്കിലും ചോദിക്കാനെന്ന് വെച്ചാൽ ആർക്കും അറിയത്തുമില്ല. ആൾക്കാരാണെങ്കിൽ ഇവിടെ ഇല്ല, ഒരു ആൾക്കാർ പോലും ഇല്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ 2-3 ആൾക്കാർ മാത്രം. കേവ് തപ്പി കുറച്ചും കൂടെ മുന്നോട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് പോയപ്പോഴുള്ള കാഴ്ചയാണത്. ഇത്രയും ഉള്ളിലെ ഈ ഒരു ഔട്ട്സ്കേർട്സിൽ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈഫ്. അങ്ങനെ കേവ് കണ്ടുപിടിക്കുന്നത് ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ജസ്റ്റ് ബീച്ചിലിറങ്ങി. പക്ഷേ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് സമയം ഇനി എന്തായാലും ഉണ്ട്. സോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, നേരെ ബീച്ചിലോട്ട് അടിച്ച് പൊളിക്കാനേ. ബീച്ചിലോട്ടിറങ്ങി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ നിന്നിങ്ങനെ കളിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ സ്ട്രെസ്സില്ല, ടെൻഷനില്ല, ഒന്നുമില്ല. ഇടയ്ക്ക് എല്ലാവരും ഇങ്ങനെ ട്രിപ്പ് പോകണം. നമ്മൾ എന്താ പറയുക, ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, ഫാമിലിക്ക് വേണ്ടി എല്ലാം സ്പെൻഡ് ചെയ്യുന്നു. ബട്ട് നമുക്ക് വേണ്ടി നമ്മളും എല്ലാം ചെയ്യണം. എസ്പെഷ്യലി ഞങ്ങളിപ്പോൾ ഈ ഡെസ്റ്റിനേഷനിൽ ഈ ഫസായ ബീച്ചിൽ വന്നപ്പോൾ വിചാരിച്ചത് ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. സോ ഇവിടെ നമുക്ക് എന്തും ചെയ്യാം, നമുക്ക് നല്ല ഫ്രീഡം ഉണ്ട്. ആൾക്കാരുണ്ടെങ്കിലും ഫ്രീഡത്തിന് കുറവൊന്നുമില്ല. പക്ഷേ നമുക്ക് എന്തും ചെയ്യാം, നമുക്ക് ലിമിറ്റ് ഇല്ലാണ്ടൊന്നും ചെയ്യാം. അല്ലെങ്കിൽ ആൾക്കാർ ലൈക്ക് ഒരു ബേസിക് മാനേഴ്സ് നമ്മൾ കാണിക്കണമല്ലോ, ഒച്ചപ്പാട് കാണിക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ബട്ട് ഇവിടെ നമുക്ക് നമ്മുടെ ഫുൾ ഫ്രീഡം കാണിക്കാൻ പറ്റും. അങ്ങനെ ഫസായ ബീച്ചിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോൾ തിരിച്ചാൽ മല കയറണമല്ലോ. അപ്പം കണ്ട കാഴ്ച, ഞങ്ങൾ ബ്രേക്ക് ഇട്ട് അവിടെ നിന്നു. കാരണം ഒരു കൂട്ടം ഒട്ടകം പാഞ്ഞു വരുവാന്നേ. പക്ഷേ ഈ പാഞ്ഞു വരുന്നത് സ്ട്രെയിറ്റ് ടു ബീച്ചാണ്. പക്ഷേ ഇത് വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ആക്ച്വലി ലൈക്ക് ഞെട്ടിപ്പോയി. ഞങ്ങൾ സൂക്ഷിച്ച് നോക്കിയപ്പോൾ മേലെ നിന്ന് 2 എന്താ പറയുക ആൾക്കാർ അതിനെ മേച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷേ എന്തിനാണ് എന്നൊരു പിടുത്തമില്ല. ഒരു ലൈക്ക് മല ഇടിഞ്ഞ് വരുന്ന പോലെ ഒരുപാട് ഒട്ടകം, 1-2 ഒട്ടകമല്ല, ലൈക്ക് 100+ എന്ന് പറയാം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ക്യൂരിയസ് ആണ്, ഇത് എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. പക്ഷേ ഇതെന്താണെന്ന് ആക്ച്വൽ റീസൺ ഞങ്ങൾക്കറിയില്ല. ബട്ട് ഞങ്ങൾ വിചാരിക്കുന്നത് ലൈക്ക് ഒരു കൂൾ ഓഫ് പരിപാടിക്ക് വേണ്ടി വരുന്നതാണ്. ബീച്ചിൽ വന്നൊന്ന് റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുത്ത് കളിച്ച് ചിരിച്ചിട്ട് പോകാനുള്ളതായിരിക്കും ഒട്ടകത്തിൻ്റെ പരിപാടി. പക്ഷേ ലൈക്ക് ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ചയായിരുന്നു ഇത്. ഞങ്ങൾ ലൈക്ക് ഔട്ട് ഓഫ് നോ വെയർ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ, നിങ്ങൾക്ക് കണ്ടില്ലേ എന്തൊക്കെയാണ് ഇത് കാണിക്കുന്നത്. അവർ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാണ്. ഒരു കാഴ്ച സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച. പിന്നെ ഒരു കാര്യം കൂടെ, റൊമാൻറ്റിക് കേവ് ഫസായ ബീച്ചിലല്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സോ ഫസായ ബീച്ച് സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വി ആർ ഓൺ ദ വേ ടു അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ, ഷാർട്ട് വ്യൂ പോയിൻറ്റ്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ ഫസായ ബീച്ചിൽ പോകുന്ന വഴി പോലെ തന്നെ ഷാർട്ട് വ്യൂവിലേക്ക് പോകുന്ന വഴിയും ഒരു രക്ഷയില്ല. നല്ല പച്ചപ്പ്, നല്ല തിക്ക് ഫോഗ്. ബട്ട് ഒരു പോയിൻ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ഫോഗ് കൂടുതൽ ഇൻറ്റൻസ് ആവാൻ തുടങ്ങി. നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊന്നും കാണാണ്ടായി. സോ മുന്നോട്ട് ഇനിയും പോയി കഴിഞ്ഞാൽ പണി പാളെന്ന് വിചാരിച്ചിട്ട് വണ്ടി നൈസിന് സൈഡാക്കി. കാരണം വേറെ ഒന്നുമല്ല, അത്രയും ഇൻറ്റൻസ് തിക്ക് ഫോഗാണ്. അതുകൊണ്ട് തന്നെ വണ്ടി പാർക്കാക്കി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർട്ട് വ്യൂ ഓൾമോസ്റ്റ് നമ്മൾ എത്തിയായിരുന്നു, പക്ഷേ എക്സാക്ട് ലൊക്കേഷനിൽ എത്തിയില്ല. സോ പാർക്ക് ചെയ്തിട്ട് അവിടുത്തെ ലൊക്കാലിറ്റി, അതും ഒരു ഹില്ലി ഏരിയ തന്നെയാണ്, അവിടെ മൊത്തം എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും എങ്ങനെയാണോ പോയത് അങ്ങനെ തന്നെ തിരിച്ചിറങ്ങി.
തിരിച്ചിറങ്ങുമ്പോൾ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഞങ്ങളുടെ മെയിൻ അറ്റൻഷൻ വാസ് വണ്ടിക്ക് ഫ്യൂവൽ കുറവായിരുന്നു. അങ്ങനെ നേരെ ഫ്യൂൽ സ്റ്റേഷനിലെത്തി തൊട്ടടുത്തുള്ള ഒരു കഫറ്റേരിയയിൽ നിന്നൊരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് പവറായി. അതിനുശേഷം തൊട്ടടുത്തുള്ള അൽ മുക്സൽ ബീച്ച്, ഈ ഫ്യൂൽ സ്റ്റേഷനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ബീച്ചും വരുന്നത്. അവിടെ ഇരുന്നിട്ട് കുറച്ച് റിലാക്സ് ചെയ്തു. വേറെ ഒന്നും കൊണ്ടല്ല ഈ ഒരു റിലാക്സേഷൻ പരിപാടി, ഇനിയൊരു ലോങ് ഡ്രൈവ് അഹെഡ് ആണ്. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു സലാല റോഡ് ട്രിപ്പ് എൻ്റെ ആയിരിക്കുകയാണ്. ആൻഡ് നൗ വി ആർ ഹെഡിങ് ടു മസ്കറ്റ്. അവിടെ പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എത്രത്തോളം അത് സെറ്റാവുമെന്ന് അറിയത്തില്ല, കാരണം എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട് തൊട്ടടുത്ത ദിവസം. അങ്ങനെ ഡ്രൈവ് ചെയ്ത് രാത്രിയായി. 1-2 ഫ്യൂൽ സ്റ്റേഷനിൽ കയറി ജസ്റ്റ് ഫ്യൂൽ അടിക്കാൻ വേണ്ടിയിട്ട് മാത്രം, വേറെ ഒരു പരിപാടിയില്ല. അതുകൊണ്ടാണ് വേറെ വീഡിയോസ് ഒന്നും ആഡ് ചെയ്യുന്നത്. മെയിനായിട്ട് ഔട്ട്സ്കേർട്സിൽ നിന്ന് മാറി മെയിൻ സലാലയിലോട്ട് കയറി. മഴ വീണ്ടും ഒന്ന് പ്രതീക്ഷ തന്നു. ഇങ്ങനെ കുറച്ച് തുള്ളികൾ, പക്ഷെ ശരിക്കും മഴ പെയ്തില്ല. ചെറുങ്ങനെ ഈ കുറച്ച് തുള്ളികൾ വന്നിട്ട് അതങ്ങനെ അങ്ങോട്ട് പോയി. സലാലയിൽ രാത്രി ഡ്രൈവ് ചെയ്യുന്നിട്ട് മെയിനായിട്ട് സൂക്ഷിക്കേണ്ട കാര്യം, നല്ല തിക്ക് ഫോഗ് ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ സീസണിൽ, ഈ ഒരു ഖരീഫ് സീസണിൽ. സോ എപ്പോഴും ബി കെയർഫുൾ കേട്ടോ. ഒരുപാട് നല്ല ഹാപ്പി മൊമെൻറ്റ്സ് നമുക്ക് സലാലയിൽ നിന്ന് കിട്ടി. അങ്ങനെ ഇനിയും വരുമെന്ന പ്രതീക്ഷയോടെ സലാലയിൽ നിന്ന് ഞങ്ങൾ എക്സിറ്റ് ചെയ്ത് മസ്കറ്റിലോട്ട് ഓൺ ദ വേ ആണിപ്പോൾ. ലാസ്റ്റ് ടൈം ഞങ്ങൾ മസ്കറ്റിൽ പോയപ്പോൾ ഒരുപാട് എക്സ്പ്ലോർ ഒന്നും ചെയ്തില്ല. സോ ഇപ്രാവശ്യം ഒന്ന് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് പോകുന്നത്. പിന്നെ മെയിനായിട്ട് ടിവി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഈ ഒരു പോക്ക്. കാരണം ഉറങ്ങാണ്ടാണ് ഞങ്ങൾ ഈ ഡ്രൈവ് ചെയ്യുന്നത്, അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. ഇപ്പം തന്നെ സലാലയിൽ നിന്ന് പോന്നിട്ട് 2 hours മേലായി. സോ വണ്ടിക്ക് റെസ്റ്റ് വേണം. സോ ആദ്യം കണ്ട ഫ്യൂൽ സ്റ്റേഷനിൽ കയറ്റി ഫ്യൂൽ അടിച്ചു. അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡും കഴിച്ചിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി സിമിചേട്ടനെ ഏൽപ്പിച്ചു. ഞാൻ ഉറങ്ങാനായിട്ട് പോയി ഗൈസ്. പിന്നെ കണ്ട കാഴ്ചയാണിത്. ഞങ്ങൾ മസ്കറ്റിലെത്തി രാവിലെ 6:37 ഇൻ ബിറ്റ്വീൻ, ആ ടൈമിലാണ് എത്തിയത്. ആ ടൈമിൽ ഒരുപാട് പ്ലാൻ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് നമുക്ക് തൽക്കാലത്തേക്ക് റെസ്റ്റ് എടുക്കാനും കുറച്ചൊന്ന് റിഫ്രഷ് ആവാനും വേണ്ടിയിട്ട് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ അറേഞ്ച് ആയി കിട്ടിയ ഒരു വില്ലയിലേക്കാണ് പോകുന്നത്. സോ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഒട്ടപ്പാച്ചിലാണിത്. നമ്മുടെ നാട് പോലെ തന്നെ നോക്കിക്കുക, തെങ്ങും പാടവും, എന്താ അല്ലേ. അങ്ങനെ ഫൈനലി വി ഫൗണ്ട് ഔട്ട് ദ ലൊക്കേഷൻ. ഈ കണ്ട പാടത്തിൻ്റെ സ്ട്രെയിറ്റ് ഓപ്പോസിറ്റിനായിരുന്നു. ഗേറ്റ് തുറന്നു, നേരെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു വലിയ ലോണും മിനിമം 2 കാറെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കൈൻഡ് ഓഫ് കാർ പോർച്ചും ഒരു റെസ്റ്റ് ഏരിയ നല്ല ഉണ്ടായിരുന്നു. ഞങ്ങളൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് എൻ്റെ കാലാണ്, വേറെ ഒന്നുമല്ല. കുറേ റെഡ് സ്പോട്ട് കണ്ടില്ലേ, അതൊക്കെ എനിക്ക് സലാലയിൽ നിന്ന് പണി കിട്ടിയതാണ്. വേറെ ഒന്നുമല്ല, വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ടൊക്കെ പോയ സമയത്ത് ആ ഒരു കാടിനുള്ളിലൂടെയൊക്കെ പോയപ്പം ഫ്ലൈസ് അറ്റാക്ക് ചെയ്തതാണ്. എന്നെ മാത്രമല്ല എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങളെപ്പം അവിടെ പോയാലും കാട്ടിനുള്ളിലോട്ട് പോവുകയാണെങ്കിൽ ബെറ്റർ ടേക്ക് പ്രിക്കോഷൻസ്. ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ മേടിച്ചിട്ട് പോകണം. എല്ലാവരും റെസ്റ്റ് എടുത്ത് ഫ്രഷായി ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി നമ്മുടെ പജേറേനെ ഒന്ന് കുളിപ്പിച്ചെടുത്തു. കാരണം നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഓടിയതാണ്, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഞങ്ങളെല്ലാവരും മാറി മാറി തന്നെ വണ്ടീനെ കുളിപ്പിച്ചു, ഒരേപോലെ ടേക്ക് കെയർ ചെയ്തു. പക്ഷേ ഓൺ ദ മെയിൻ ടൈം കുറേ ചേഞ്ചസ് നടന്നു. കാരണം ഞങ്ങൾ മസ്കറ്റിൽ വന്നിട്ട് ടിവിയും പിന്നെ ലൊക്കാലിറ്റിയും എല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യും എന്നായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ പ്ലാൻ എല്ലാം ചേഞ്ച് ആക്കി. വേറെ ഒന്നുമല്ല, ഡ്യൂ ടു ടൈം ലിമിറ്റേഷൻസ് ഞങ്ങൾ പ്ലാൻ എല്ലാം ഡ്രോപ്പ് ചെയ്തു. ഇവിടെ എന്നിട്ട് ഞങ്ങൾ എന്താ പറയുക, കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വണ്ടീനെ ഇപ്പം ചെയ്യുന്ന പരിപാടികളെല്ലാം ചെയ്തതിന് ശേഷം വിൽ ബി ഗോയിങ് ബാക്ക് ടു ദുബായ്. അങ്ങനെ വില്ലയിൽ വെച്ചിട്ട് ഒരു ക്വിക്ക് ഡിസിഷനൊക്കെ എടുത്തിട്ട് വി ആർ ഓൺ ദ വേ. തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള പോക്കാണ് ഈ പോക്ക്. പ്ലാൻ എല്ലാം ഡ്രോപ്പ് ചെയ്തു. പക്ഷേ തിരിച്ച് എന്തായാലും വരും മസ്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, ദാറ്റ്സ് ഫോർ ഷുവർ. സോ അത്രയേ ഉള്ളൂ ഗൈസ്. നേരെ ചെല്ലുന്നു, ബോർഡർ കിടക്കുന്നു, നേരെ വീട്ടിലേക്ക്. ദുബായ് സലാല റോഡ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. പീസ് ആൻഡ് ലവ്.